ഷാനവാസും ഫാമിലി വീട്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നോ? ചില സമയത്ത് നമ്മൾ അതൊരു ക്ലോസ് ആക്കി വെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മീഡിയയിലൂടെ ഷാനവാസ് വരുന്നതോ അല്ലെങ്കിൽ ഞാൻ ഷാനവാസിന്റെ വീട്ടിലേക്ക് പോകുന്നതോ ഒന്നും അങ്ങനെ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാനതൊരു എന്താ പറയുക, അതൊരു ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം, ഷാനവാസ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ആ ഒരു സുഹൃത്ത് ബന്ധം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, അത് തന്നെയാണ് ഷാനവാസിന്റെ ആഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സാംസ് ക്യൂർ പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വന്നപ്പോൾ അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ജെനുവിൻ കോഴ്സായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെടുത്തു. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഇനി വഴിയേ വരും. തുടക്കം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതെൻ്റെ എന്താ പറയുക, ഒരു ഭാഗ്യം കൊണ്ട് നല്ലൊരു സ്ഥാപനം കിട്ടി. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഹോണർ എന്ന വിളിപ്പേരോട് കൂടി നമ്മൾ എല്ലാരും നെഞ്ചിലേറ്റിയ മലയാളികളെ ഒന്നടക്കം നെഞ്ചിലേറ്റി കഴിഞ്ഞ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ന്റെ വിന്നർ ആയി മാറി, നമ്മുടെ മനസ്സിൽ വിന്നറായി മാറിയ നമ്മുടെ സ്വന്തം ശ്രീമാൻ അനീഷ റോസമ്മ. അതെ മോനെ, ഒരുപാട് സന്തോഷം. ഞാന് ചെങ്ങന്നൂരിൽ നിന്ന് വരുവാണ്. എനിക്കിവിടെ ചെറിയ ബിസിനസ്, അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാനത് നിർത്തിയിട്ട് എൻ്റെ മോനെ കാണാനായിട്ട് 10 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം മോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിൽ ഏറ്റി എന്നുള്ളത് മഹത്തായ ഒരു തെളിവാണ് ഇന്ന് എൻ്റെ പൊന്നുമോൻ ഇവിടെ നിൽക്കുന്നത്. മനസ്സ് നിറഞ്ഞു സ്നേഹം തരാം, നെറുകയിലൊരു ചുംബനം നൽകാം. തീയിൽ കുരുത്തൊരു പൈതലാണ്, വെയിൽ കൊണ്ടാൽ തെല്ലുമേ വാടുകില്ല. എൻ്റെ പൊന്നുമോൻ്റെ ആ സ്നേഹം എക്കാലം എൻ്റെ മോൻ പടർന്ന് പന്തലിക്കട്ടെ. ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ. അല്ല, ഈ ഒരു സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഇപ്പോ മോളുടെ പേരെന്താ? മോളുടെ പേരെന്താ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു ഡയലോഗ് അവിടെ നോക്കിട്ട് പറ. അവിടെ നോക്കിട്ട് ആക്ഷനും കൂടെ വേണം. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. ഓ, ഒരുപാട് താങ്ക് യു. പേര് ഞാൻ മറന്നു, എന്തായാലും ഹൃതികാലക്ഷ്മി. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. എത്രയാണ് പഠിക്കുന്നത്? 5ല്. ആരെ ക്ലാസ് ടീച്ചർ? ഓക്കെ. അപ്പോ ക്ലാസ്സിലുള്ള എല്ലാവരോടും എന്റെ അന്വേഷണം പറയാം കേട്ടോ.